അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1397, സൂറത്ത് യൂസുഫ് 101 സൂക്തം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. رب قد آتيتني من الملك وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. رب قد آتيتني من الملك. എൻ്റെ നാഥ, എനിക്ക് നീ അധികാരത്തിൽ നിന്ന് നൽകി. വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ്. സ്വപ്നത്തിന്റെ വ്യാഖ്യാനത്തിൽ നിന്ന് നീ എനിക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തു. ഫാത്തിറസ് സമാവാതി വൽ അർളി. ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച അല്ലാഹുവേ, അൻത വലിയ്യി ഫിദ്ദുനിയ വൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലും ഇഹത്തിലും പരത്തിലും നീയാണ് എന്റെ സംരക്ഷകൻ. അതിനാൽ തവഫനി മുസ്ലിമൻ, എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കണമേ. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സജ്ജനങ്ങളോടൊപ്പം എന്നെ ചേർക്കുകയും ചെയ്യണമേ എന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. ചരിത്രത്തിന്റെ നാൾവഴികൾ നേരത്തെ ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദമായി പറയുകയായിരുന്നുവല്ലോ. മഹാനായ ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ഹാദാ ദുആഉ മിൻ യൂസുഫ് അസ്-സിദ്ദീഖ്. മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു പ്രാർത്ഥനയാണിത്. ദഅ ബിഹി റബ്ബഹു അസ്സ വജൽ. അല്ലാഹുവിനോട് ഈ പ്രാർത്ഥന നടത്തിയത് ലമ്മ തമ്മത്തി നിഅമതു അലൈഹി. അല്ലാഹു തആല ഭൗതിക ലോകത്ത് അനുഗ്രഹങ്ങൾ തനിക്ക് പൂർത്തിയാക്കി നൽകിയപ്പോഴാണ്. ബിജ്തിമാഇഹി ബി അബവൈഹി വ ഇഖ്വതിഹി. മാതാപിതാക്കളോടൊന്നിച്ച് സഹോദരങ്ങളോടൊന്നിച്ച് സംഗമിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു തആല നൽകി. വമാ മന്നല്ലാഹു ബിഹി അലൈഹി മിനൻ നുബുവ്വത്തി വൽ മുൽക്ക്. പ്രവാചകത്വവും അതോടൊപ്പം രാജാധികാരവും അല്ലാഹു തആല തനിക്ക് കനിഞ്ഞു നൽകി. അപ്പോൾ ഭൗതിക ലോകത്ത് ഒരു മനുഷ്യന് ലഭിക്കാവുന്ന അനുഗ്രഹങ്ങളുടെ എല്ലാ വശങ്ങളിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അനുഭവിക്കാനും ആസ്വദിക്കാനുമുള്ള സാഹചര്യങ്ങൾ മഹാനരായ യൂസുഫ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല നൽകി. അത് നൽകിയപ്പോ ആ ഭൗതിക അനുഗ്രഹങ്ങളിൽ കണ്ണുമഞ്ഞളിക്കുകയും ഇത് തന്നെയാണ് ജീവിതത്തിന്റെ സാക്ഷാത്കാരം എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ബുദ്ധിമോശം അത് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമിൽ ഉണ്ടായില്ല. എല്ലാവരും ചിന്തിക്കേണ്ടതും യഥാർത്ഥത്തിൽ അത് തന്നെയാണ്. ഈ ദുനിയാവ് മുഴുവനും നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയാൽ പോലും ഞാനെല്ലാം നേടി എന്ന ചിന്ത ഒരിക്കലും തന്നെ ഒരു വിശ്വാസിക്കുണ്ടായിക്കൂടാ. അല്ലെങ്കിൽ എന്റെ ജീവിതത്തിന്റെ ആകത്തുക ഭൗതിക ലോകത്ത് വലിയ സാമ്പത്തിക സ്ഥിതി ഉണ്ടാക്കലും എന്റെ അക്കൗണ്ടിൽ മില്യൺ കണക്കിന് ഡോളറുകൾ കുമിഞ്ഞുകൂടലുമാണ് എന്ന് ധരിച്ചുവശാകുന്ന ആളുകൾ വാസ്തവത്തിൽ കടുത്ത തെറ്റായ ചിന്താഗതിയുടെ പുറകെയാണ് സഞ്ചരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു മനുഷ്യന്റെ യഥാർത്ഥ വിജയം അത് ഭൗതിക ജീവിതത്തിൽ അവന് ലഭിക്കുന്ന നേട്ടങ്ങൾ കൊണ്ടല്ല, സാമ്പത്തിക രംഗത്തെ അഭിവൃദ്ധി കൊണ്ടോ അധികാരത്തിന്റെ ശീതളഛായയിൽ അഭിരമിക്കാനുള്ള സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നത് കൊണ്ടോ അല്ല ഒരാളുടെ വിജയം എന്ന് പറയുന്നത്. മറിച്ച് അവന്റെ പാരത്രിക ജീവിതത്തിൽ രക്ഷപ്പെടാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുക, അവിടെയാണ് യഥാർത്ഥത്തിൽ വിജയം. കാരണം ദുനിയാവിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ സന്തോഷങ്ങളും അതിനൊരു നിശ്ചിത കാലാവധിയുണ്ട്, ഒരു നിശ്ചിത ടൈമുണ്ട്, ഒരു എക്സ്പയർ ഡേറ്റുണ്ട്. എന്നാൽ തീർന്നു പോകാത്ത വിധം അനന്തമായി നീണ്ടുപോകുന്ന സംവിധാനമാണല്ലോ പാരത്രിക ജീവിതം എന്ന് പറയുന്നത്. തീർന്നു പോകുന്ന ഈ ലോകത്ത് സൗഭാഗ്യത്തിന്റെ ഉന്നതിയിൽ വിരാജിക്കാൻ അവസരമുണ്ടായാലും ദൗർഭാഗ്യത്തിന്റെയും അങ്ങേയറ്റത്തെ നിരാശയുടെയും സാഹചര്യങ്ങളിലൂടെ തന്നെ ജീവിക്കേണ്ടി വന്നാലും ഇത് രണ്ടിനും ഒരു അറുതിയുണ്ട്, ഒരവസാനമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടത്തെ സന്തോഷത്തിനായാലും ദുഃഖത്തിനായാലും
ഒരു സ്ഥായി ഭാവമില്ല, ഒരു പെർമനന്റ് ആയിട്ടുള്ള സ്വഭാവമില്ല. അപ്പൊ ഇവിടുത്തെ സന്തോഷത്തിലും ദുഃഖത്തിലും അഭിരമിക്കുക, അത് തന്നെയാണ് എന്റെ ജീവിതത്തിന്റെ സാക്ഷാത്കാരം എന്ന മിഥ്യാധാരണയിലേക്ക് എത്തുക. ഇതൊരിക്കലും തന്നെ ഒരു വിശ്വാസിയിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. മറിച്ച് അവന്റെ ജീവിതത്തിന്റെ ഏതൊക്കെ സംവിധാനങ്ങൾ അവന് സുഖം നൽകിയാലും ഏതൊക്കെ വിഷയങ്ങൾ അവന് ദുഃഖം സമ്മാനിച്ചാലും ഇതിനെല്ലാം താൽക്കാലിക സ്വഭാവമേ ഉള്ളൂ, സ്ഥായി ഭാവമില്ല എന്ന ചിന്ത അവനിൽ രൂഢമൂലമാകണം. എന്നിട്ട് സ്ഥായി ഭാവമുള്ള പെർമനന്റ് സ്വഭാവമുള്ള സംവിധാനം വരുന്നിടത്ത് എന്റെ സ്ഥിതി എന്ത് എന്ന് കൂലങ്കശമായി ആലോചിക്കണം. വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കണം. അതാണ് മഹാനരായ യൂസുഫ് നബി അലൈഹിസ്സലാമും ഇവിടെ നമുക്ക് പാഠം നൽകുന്നത് മാത്രമല്ല, സ്വന്തം ജീവിതത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാമും പ്രാക്ടിക്കലാക്കുന്നതും അത് തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ നോക്കൂ, ഭൗതിക ജീവിതത്തിൽ തനിക്ക് എത്തിപ്പിടിക്കാവുന്ന സൗഭാഗ്യങ്ങളുടെ നെറുകയിൽ യൂസുഫ് നബി അലൈഹിസ്സലാം വിരാജിക്കുകയാണ്. എല്ലാ സൗഭാഗ്യങ്ങളും തന്നെ തേടി വന്നു. ഫിസിക്കലി, അതേപോലെ കുടുംബപരമായി, സാമൂഹ്യമായി എല്ലാം തനിക്ക് സൗഭാഗ്യങ്ങളുടെ നെറുകയിൽ ജീവിക്കാൻ അവസരമുണ്ടായി. ആ അവസരങ്ങളെല്ലാം തന്നെ തനിക്ക് കിട്ടിയപ്പോൾ ഇനി ഇതിങ്ങനെ അങ്ങ് മുന്നോട്ട് പോയാൽ മതി എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇതിനൊരു ഒടുക്കമുണ്ട്, ഇതിനൊരു അവസാനമുണ്ട് എന്ന് മനസ്സിലാക്കി അതിനുശേഷമുള്ള ജീവിതത്തെ എങ്ങനെ കരുപ്പിടിപ്പിക്കണം എന്ന വിശാലമായ ചിന്തയിലേക്ക് യൂസുഫ് നബി അലൈഹി സ്വലാം ആഴ്ന്നിറങ്ങുന്നതാണ്. അതിൽ നിന്നുണ്ട് ഉത്ഭൂതമാകുന്ന പ്രാർത്ഥനയാണ് വാസ്തവത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. എല്ലാവരും വിഭ്രമായിരിക്കണം, പരലോകത്തെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ചിന്ത. ഇവിടുന്ന് നാട് നീങ്ങുമ്പോൾ അല്ലെങ്കിൽ ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോകുമ്പോൾ എന്റെ മരണസമയം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഗൌരവതരമായ ആലോചന, ഇതായിരിക്കണം ഒരു മനുഷ്യനെ നയിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നോക്കൂ, ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് നബി അലൈഹി സ്വലാമിന് ഭൗതിക ലോകത്ത് മാതാപിതാക്കൾക്കൊപ്പം കഴിയാൻ, സഹോദരങ്ങൾക്കൊപ്പം കഴിയാൻ, സാമ്പത്തിക രംഗത്ത് അഭിവൃദ്ധിയിലേക്ക് നീങ്ങാൻ, അധികാരത്തിന്റെയും പ്രവാചകത്വത്തിന്റെയും സൗഭാഗ്യങ്ങളിലൂടെ സഞ്ചരിക്കാൻ എല്ലാം അവസരം നൽകിയപ്പോൾ സഅലല്ലാഹു റബ്ബഹു അസ്സ വജല്ല, സഅലല്ലാഹ റബ്ബഹു അസ്സ വജല്ല, തന്റെ നാഥനായ അല്ലാഹുവിനോട് യൂസുഫ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുകയാണ്. കമാ അത്തമ്മ നിഅമതഹു അലൈഹി ഫിദ്ദുനിയ, ദുനിയാവിൽ തനിക്ക് അനുഗ്രഹങ്ങൾ അവൻ പൂർത്തിയാക്കി തന്നതുപോലെ അയ്യസ്തമിറ ബിഹാ അലൈഹി ഫിൽ ആഖിറ, പരലോകത്തും അനുഗ്രഹങ്ങൾ സ്ഥിരമാക്കി നിലനിർത്തിക്കൊടുക്കാൻ യൂസുഫ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കാൻ. പരലോകത്തെ അനുഗ്രഹങ്ങൾ സ്ഥിരമായി നിലനിൽക്കണമെങ്കിൽ അനിവാര്യമായി വേണ്ടത് എന്താണ്? മുസ്ലിമായി ഇവിടുന്ന് മരിച്ചു പോകലാണ്. അതുകൊണ്ട് വാങ്ങിയവഫാഹു മുസ്ലിമൻ ഹൈന യതവഫാഹു, താൻ മരിക്കുന്ന നേരത്ത് മുസ്ലിമായി മരിപ്പിക്കാനും യൂസുഫ് നബി അലൈഹി സ്വലാം ദുആ ചെയ്യുകയാണ്. അങ്ങനെ മുസ്ലിമായി മരിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ രക്ഷപ്പെട്ടു എന്ന് ചിന്തിക്കുന്നത് കൊണ്ടായില്ല, മറിച്ച് പാരത്രിക ജീവിതത്തിലും നമുക്ക് ചില കൂട്ടായ്മകളെക്കുറിച്ച് ആലോചന വേണം. ആ കൂട്ടായ്മയുടെ ഭാഗമാകാൻ നമുക്ക് അവസരമുണ്ടാകണം. അവിടെ നമുക്ക് എൻജോയ് ചെയ്യാൻ അത്തരത്തിലുള്ള കൂട്ടായ്മയിൽ മെമ്പർഷിപ്പ് എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ദുആയിൽ ഒന്നുകൂടി കൂടുന്നു, വയുൽഹിഖഹു ബിസ്സാലിഹീൻ, തന്നെ സജ്ജനങ്ങളോട്, മഹാന്മാരോട്, നല്ലവരോടൊപ്പം ചേർത്തു തരണമെന്നും വഹും ഇഖ്വാനുഹു മിനൽ നബിയ്യീന വൽ മുർസലീൻ സലവാത്തുല്ലാഹി വസലാമുഹു അലൈഹി വഅലൈഹിം അജ്മഈൻ, നേരത്തെ കഴിഞ്ഞുപോയവരും ഇനി വരാനിരിക്കുന്നവരുമായ നബിമാരും അതേപോലെ പ്രവാചകന്മാരുമൊക്കെയാണ് ആ തന്റെ സജ്ജനങ്ങളാട് ചേർക്കണമെന്ന പ്രാർത്ഥനയിൽ മഹാനവറുകൾ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. നമ്മുടെ ശരീഅത്തനുസരിച്ചാണെങ്കിൽ ഒരു മനുഷ്യൻ ഒരിക്കലും തന്നെ എന്നെ ഒന്ന് മരിപ്പിച്ചു താ എന്ന് ദുആ ചെയ്യുന്നത് ശരിയല്ല എന്നാണ്. എനിക്ക് ജീവിച്ചു മടുത്തു, ഇനി എന്നെ ഒന്ന് മരിപ്പിച്ചു താ എന്ന് പ്രാർത്ഥിക്കരുത് എന്നാണ്. അപ്പൊ യൂസുഫ് നബി അലൈഹി ഇസ്ലാം കൂടെ എന്നെ മരിപ്പിക്കണം എന്ന് ദ്വാർക്കുന്നത് അപ്പൊ മുത്തനബി പഠിപ്പിച്ച ആ റൂട്ടിനെതിരല്ലേ എന്നൊരാൾക്ക് ചിന്തിക്കാം, അല്ലെങ്കിൽ സംശയിക്കാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള നിരീക്ഷണമാണ് ഇബ്നു കസീർ തുടർന്ന് പറയുന്നത്. വഹാദ ദുആഉ യഹ്തമിലു അന്ന യൂസുഫ് അലൈഹി ഇസ്ലാം ഖാലഹു ഇൻദ ഇഹ്തിലാരിഹി, യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഇങ്ങനെ ദുആ ചെയ്തത് മുസ്ലിമായി മരിപ്പിക്കണം എന്ന് ദുആ ചെയ്തത് മരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, മറിച്ച്
മരണസമയമായപ്പോൾ ആ മരണത്തിന്റെ ശൈലി എങ്ങനെയായിരിക്കണം എന്ന ഒരു സജഷൻ മുന്നോട്ട് വെച്ചതാണ് എന്നാണ് ഒരു നിരീക്ഷണം. كما ثبت في الصحيحين عن عائشة رضي الله عنها أن رسول الله صلى الله عليه وسلم جعل يرفع إصبعه عند الموت ويقول اللهم في الرفيق الأعلى اللهم في الرفيق الأعلى اللهم في الرفيق الأعلى. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരലുകൾ ഉയർത്തി പിടിച്ച് പടച്ചവനെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തേക്ക് നല്ല കൂട്ട്, ഉന്നതമായ കൂട്ട് എനിക്ക് നൽകണമെന്ന് പ്രാർത്ഥിച്ചതായിട്ട് ഉണ്ടല്ലോ ഹദീസിൽ. അതുപോലെ മരണസമയത്തുള്ള പ്രാർത്ഥനയാണ് ഇവിടെ, അല്ലെങ്കിൽ അല്ലാതെ മരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല എന്നാണ് ഒരു നിരീക്ഷണം. ഇനി മറ്റൊന്ന് വയഹ്തമിലു അന്നഹു സഅലൽ വഫാത്ത് അലൽ ഇസ്ലാമി വല്ലഹഖ ബിസ്സാലിഹീൻ ഇദാ ഹാന അജലുഹു വൻഖള ഉംറുഹു. അവധിയെത്തുകയും മരണസമയമാവുകയും ചെയ്യുമ്പോൾ എന്നെ അങ്ങനെ മരിപ്പിക്കണേ എന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ പെട്ടെന്ന് മരണം ചോദിച്ചതല്ല എന്നാണ് രണ്ടാമത്തത്. ലാ അന്നഹു സഅല ദാലിക മുനജ്ജിസാൻ, ഇപ്പൊ തന്നെ മരണം വേണമെന്ന് ചോദിച്ചതല്ല. അപ്പൊ പിന്നെ ഈ പ്രശ്നം വരൂല. ഇപ്പൊ നമ്മളൊക്കെ അങ്ങനെ ദ്വാർക്കൂലേ, കമാ യഖൂലു ദാഇ ലിഗൈരിഹി, വേറൊരാൾക്ക് വേണ്ടി ദ്വാർക്കുമ്പോ ദ്വാർക്കണത് പറയാം അമാതക അല്ലാഹു അലൽ ഇസ്ലാം, അള്ളാഹു നിന്നെ ഇസ്ലാമിന്റെ മേലിൽ മരിപ്പിക്കട്ടെ എന്ന് ദ്വാർന്നാൽ മരിക്കാൻ ദ്വാർക്കലല്ലോ അത്, മറിച്ച് മരിക്കുന്ന നേരത്ത് മുസ്ലിമായി മരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്, അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. യഖൂലു ദാഇ, ഇനി സ്വന്തം തന്നെ ദ്വാർക്കുന്ന ആൾ പറയുമല്ലോ അല്ലാഹുമ്മ അഹ്യിനാ മുസ്ലിമീൻ വതവഫനാ മുസ്ലിമീൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ, ഞങ്ങളെ മുസ്ലിങ്ങളായി ജീവിപ്പിക്കുകയും മുസ്ലിങ്ങളായി തന്നെ മരിപ്പിക്കുകയും സജ്ജനങ്ങളോടൊപ്പം ചേർത്ത് തരികയും ചെയ്യണമേ. അപ്പൊ അത് മരിക്കാൻ ദ്വാർക്കലല്ല, മരിക്കണ നേരത്തെ ഇങ്ങനെ മരിക്കാൻ വേണ്ടി ദ്വാർക്കലാണ്, അത്രയുള്ളൂ. അപ്പൊ പിന്നെ ചർച്ചയ്ക്കൊരു ആവശ്യമല്ല എന്നാണ് രണ്ടാമത്തെ നിരീക്ഷണം. മൂന്നാമത്തത് മരിക്കാൻ തന്നെയാണ് ദ്വാർന്നത്, ഇപ്പൊ തന്നെ മരിപ്പിക്കണം എന്നാണ് ദ്വാർന്നത്. വകാന ദാലിക സായഗൻ ഫീ മില്ലത്തിഹിം, അവരുടെ ദീനിൽ അത് വ്യാപകമായിരുന്നു എന്ന് പറഞ്ഞാൽ മരിക്കാൻ വേണ്ടി ദ്വാർക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ വിലക്ക് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ശരീഅത്തിൽ ഉണ്ടായിരുന്നില്ല. അതിന് തടസ്സമൊന്നുമില്ലല്ലോ. ശരീഅത്തിന്റെ കർമ്മകാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ കാലത്തും മാറിക്കൊണ്ടിരിക്കുമല്ലോ, വിശ്വാസ കാര്യങ്ങളും അടിസ്ഥാന വിഷയങ്ങളുമല്ലേ മാറാത്തതുള്ളൂ. അപ്പോ മരിക്കാൻ വേണ്ടി ദ്വാർക്കാൻ പറ്റൂലേ എന്ന ആ ഒരു വിധിയുടെ പ്രശ്നത്തിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ശരീഅത്തിൽ അങ്ങനെ ദ്വാർക്കുന്നതിന് വിരോധം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാം എന്ത് ചെയ്തു? ഭൗതിക ജീവിതത്തിന്റെ പ്രൗഢിയിലും സന്തോഷങ്ങളിലും മുഴുകി നിൽക്കുന്ന നിർണായകമായ ഘട്ടത്തിൽ ഇതുകൊണ്ട് മാത്രം എനിക്ക് മതിയാക്കാനാവില്ലെന്ന് ചിന്തിച്ച് തന്നെ മുമ്പേ കഴിഞ്ഞുപോയ സജ്ജനങ്ങളോട് ഒന്നിച്ചുകൂടാനുള്ള സൗഭാഗ്യം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ദുആ ചെയ്യുകയും ചെയ്തു എന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞതായിട്ട് ഇബ്നു കസീർ ഉദ്ധരിക്കുന്നു, മാ തമന്നാ നബിയ്യുൻ ഖത്തു അൽ മൗത ഖബ്ല യൂസുഫ് അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാമിന് മുമ്പ് ഒരു നബിയും മരണം ആഗ്രഹിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അതിന്റെ അർത്ഥം അപ്പൊ തന്നെ മരിക്കാൻ ആഗ്രഹിച്ചു എന്ന് തന്നെയല്ലേ? അപ്പൊ മൂന്ന് രൂപത്തിൽ ഇവിടെ നമുക്ക് നിരീക്ഷിക്കാം. ഒന്ന് എന്താണ്, ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാം അങ്ങനെ എന്നെ മുസ്ലിമായി മരിപ്പിക്കണം എന്ന് പറഞ്ഞത് മരണം ആസന്നമായപ്പോഴാണ്. രണ്ടാമത്തെ വ്യാഖ്യാനം, മരിക്കുന്ന നേരത്തെ അങ്ങനെ എപ്പോഴാ മരിക്കണമെങ്കിൽ അപ്പോ മുസ്ലിമായി മരിപ്പിക്കണം എന്നാണ് ദ്വാരുന്നത്, അല്ലാതെ ഇപ്പൊ തന്നെ മരിക്കാൻ വേണ്ടി ദ്വാരുന്നതല്ല. ഇനി ഇപ്പൊ തന്നെ മരിക്കാൻ വേണ്ടി ദ്വാരുന്നത് തന്നെയാണ്. എന്നാൽ ആ മരിക്കാൻ വേണ്ടി ദ്വാർക്കുക എന്ന സംഗതി മുമ്പാരും ചെയ്യാത്തതും, എന്നാൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാം അങ്ങനെ ആഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ മൂന്ന് നിരീക്ഷണവും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും നമുക്കിവിടെ കൃത്യമായി ഉൾക്കൊള്ളാനുള്ളൊരു പാഠം എന്താ? ഈ ലോകത്ത് സൗഭാഗ്യങ്ങളുടെ നടുവിൽ ജീവിച്ചപ്പോഴും മുസ്ലിമായി മരിക്കുക, ഈമാൻ സംരക്ഷിച്ച് മരണപ്പെടുക എന്ന് പറയുന്നൊരു വിഷയത്തിന്റെ പ്രാധാന്യവും ഗൌരവവും മഹാനരായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ മനോമുഖരത്തിൽ വല്ലാതെ സ്വാധീനം ചെലുത്തിയിരുന്നു എന്നതാണ്. ഇത് നമ്മളെല്ലാവരും ഗൌരവത്തോടുകൂടെ കാണേണ്ടതുമാണ്, ഇല്ലേ? മരണസമയത്ത് ഈമാനോടുകൂടെ മരിക്കാൻ സാധിക്കുക എന്ന ഹുസ്നുൽ ഖാത്തിമ എന്ന അവസാനം നന്നായി മരിക്കുക എന്ന സൗഭാഗ്യം, അത് കിട്ടണേ എന്ന ആഗ്രഹം മനസ്സിൽ നിരന്തരം കൊണ്ടു നടക്കുകയും അതിനായി അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അഥവാ മരണസമയത്ത് എന്റെ ഈമാൻ പിശാച് പോക്കറ്റടിച്ച് പോയാലോ എന്ന
അതിഗുരുതരമായ ഒരു ഭീഷണിയെ സംബന്ധിച്ച് നിരന്തരം ആലോചിക്കുക. എന്നിട്ട് ഈമാൻ പിശാച് ആ നിർണായകമായ സമയത്ത് പോക്കറ്റടിച്ച് കൊണ്ടുപോകാതിരിക്കാൻ ആവശ്യമായ ജാഗ്രതയും കരുത്തും അതിനുവേണ്ട മുൻകരുതലുകൾ എടുക്കലുമെല്ലാം നിരന്തരമായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുക. ചില സംഗതികളൊക്കെ ചില കുറ്റങ്ങൾ, ചില തെറ്റുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ അവസാനം മോശമാകാനുള്ള സാധ്യത വർദ്ധിക്കുമെന്ന് സാലിഹ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു തന്റെ യഹ്യായിലും മറ്റും അവസാനം മോശമായി മരിക്കാൻ കാരണമാകുന്ന കുറെ കുറ്റങ്ങളെക്കുറിച്ച് പാഠം നൽകിയ കൂട്ടത്തിൽ ഏറ്റവും ഗൌരവതരമായി പറയുന്നൊരു സംഗതിയുണ്ട്. അവസാനം ഈമാനില്ലാതെ ജീവൻ പോകാൻ കാരണമാകുന്ന ഏറ്റവും ഗുരുതരമായ തിന്മയാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ സാമ്പ്രദായിക രീതിയിൽ ജീവിച്ച മഹത്തുക്കൾക്ക് പരിചയമില്ലാത്ത പുത്തൻവാദങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ അടിച്ചേൽപ്പിക്കുന്ന സ്വഭാവം ഒരാൾ സ്വീകരിക്കുന്നുവെങ്കിൽ മരണസമയം ഈമാനില്ലാതെ ജീവൻ പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. നമുക്കറിയാമല്ലോ. അതുകൊണ്ടല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്റെ ഉമ്മത്ത് 73 കക്ഷിയായി ഭിന്നിക്കും, 72 നരകത്തിലാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞില്ലേ? ഒരു കക്ഷി മാത്രമാണ് സ്വർഗത്തിൽ. ഏതാണ് ആ കക്ഷി? ഞാനും എന്റെ സഹാബത്തും ഏതൊരാശയം ഉൾക്കൊണ്ടോ ആ ആശയത്തെ പാരമ്പര്യമായി പിന്തുണക്കാനും നെഞ്ചേറ്റാനും സന്മനസ് കാണിക്കുന്നവനാണ്. അപ്പൊ പാരമ്പര്യ മുസ്ലിം വിശ്വാസത്തിനെതിരിൽ പുതിയ പുതിയ ചിന്താഗതികളും പുതിയ പുതിയ കാഴ്ചപ്പാടുകളും അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നവർ മരണസമയം ഈമാൻ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന കുറ്റമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് ഗൌരവത്തിൽ ആലോചിക്കണം. എന്നു മാത്രമല്ല, ഒരു മനുഷ്യന്റെ മനസ്സിൽ ബിദ്അത്ത്, പുത്തൻവാദം രൂഢമൂലമായാൽ അവന് വലിയ ആത്മസംതൃപ്തിയായിരിക്കും ഉണ്ടാവുക. ഇപ്പോഴാണ് ഞാനങ്ങ് ശരിയായത്, ഇനി എനിക്കൊന്നും ഭയപ്പെടാനില്ല എന്ന ഓവർ കോൺഫിഡൻസ് ആയിരിക്കും അവന്. അപ്പൊ പശ്ചാത്തപിക്കണം എന്ന ചിന്ത പോലും അവന്റെ മനസ്സിലുണ്ടാവില്ല. കുറ്റങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം ഉള്ളിന്റെ ഉള്ളിലൊരു കുറ്റബോധം ഇങ്ങനെ അവർക്കിങ്ങനെ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ഞാൻ ശരിയല്ല, എന്റെ ഈ സ്വപ്പം ഒരു കള്ളുകുടിയാനാണെങ്കിൽ ആ കള്ളുകുടിയന്റെ മനസ്സിൽ അവന് വെളിവുണ്ടാകണ നേരത്തൊക്കെ ഒരു ചിന്ത വരും, എനിക്ക് ഈ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റണം, എനിക്കൊന്ന് നന്നാവണം, ഞാൻ ഈ പോക്ക് പോണത് ശരിയല്ല, ഇതെനിക്ക് വലിയ നാശം സമ്മാനിക്കും എന്നൊക്കെ ഒരു കുറ്റബോധം. അതേപോലെ തന്നെ മനസ്സിന്റെ ഉള്ളിൽ നിന്നൊരു സ്വയം കുറ്റപ്പെടുത്തൽ, ഇതൊക്കെ നിരന്തരം ഉണ്ടാകും. എന്നാൽ ബിദ്അത്തുകാരനായാലോ, ബിദ്അത്തുകാരനായവൻ അവൻ ചെയ്യുന്നത് വളരെ ശരിയാണെന്നാണല്ലോ അവന്റെ ധാരണ. അതുകൊണ്ട് തന്നെ അവന്റെ മനസ്സിൽ കുറ്റബോധം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അവന്റെ ബിദ്അത്ത് അവനിൽ അരക്കിത്തുറപ്പിക്കുന്നതോടൊപ്പം ആ ബിദ്അത്തിലേക്ക് മറ്റുള്ളവരെ കൂടി കൂട്ടിക്കൊണ്ടുപോകാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നിരന്തരം നടത്തുക എന്ന, സ്വയം വഴിതെറ്റുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെ വഴി തെറ്റിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ കൂടി വ്യാപൃതനാകുന്ന ശൈലിയായിരിക്കും അവനിൽ ഉണ്ടാവുക എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ഏതായാലും ശരി, ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാം മുസ്ലിമായി മരിപ്പിക്കാനും സജ്ജനങ്ങളോടുള്ള കൂട്ട് നൽകാനും ആവശ്യപ്പെടുന്നു. അപ്പൊ ഈ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് ഇവിടുത്തെ ജീവിതം അവസാനിപ്പിക്കുന്ന രംഗത്തെക്കുറിച്ച് നിരന്തരം നമുക്ക് ഓർമ്മ വേണം എന്ന വലിയ ചിന്തയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇനി മരിക്കാൻ ദ്വാരക്കരുത് എന്ന് നമ്മുടെ ശരീഅത്തിൽ തന്നെ നിയമം ഉണ്ടെങ്കിലും ആ നിയമത്തിലും ചില ഇളവുകൾ ബഹുമാനപ്പെട്ട ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. ഭൗതികമായ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നതിന്റെ പേരിൽ മരിക്കാൻ ദ്വാരക്കരുത് എന്നേ ഉള്ളൂ. അതേസമയത്ത് ഈ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ എന്റെ ഈമാനിന് നഷ്ടം വരും, എന്റെ പരലോകത്തിന് കേടുവരും എന്ന ഭീഷണി നേരിടുന്ന അവസ്ഥ വന്നാലോ, അങ്ങനെ വന്നാൽ മരണത്തിനു വേണ്ടി ചോദിക്കുന്നതിന് കുഴപ്പമില്ല എന്നുകൂടി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കണം. ഇനി ഭൗതിക ബുദ്ധിമുട്ടുകൾ കാരണം തന്നെ ജീവിക്കാൻ ഒരിക്കലും സാധിക്കില്ലാത്ത ഘട്ടത്തിൽ എത്തിപ്പെട്ടു എന്ന് തോന്നിയാലും എന്നെ ഒന്ന് മരിപ്പിക്കണേ എന്ന് നേരെ ചൊവ്വേ പറയാതെ ഇങ്ങനെ പറയണമെന്നാണ് മുത്തുനബിന്റെ നിർദ്ദേശം. അല്ലാഹുമ്മ അഹീനി മാ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലീ വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറൻ ലീ. പടച്ചോനെ, ജീവിതം ഖൈറാകുന്ന കാലത്തോളം എനിക്ക് എന്നെ നീ ജീവിപ്പിക്കണം, മരണം എന്റെ ആഖിറത്തിന് ഖൈറാകുന്ന കാലത്ത് എന്നെ മരിപ്പിക്കുകയും ചെയ്യണം എന്നേ ദുആ ചെയ്യാവൂ എന്ന് നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, ദീനിന്റെ രംഗത്തും ഈമാന്റെ നഷ്ടത്തിനും കാരണമാകുന്ന വല്ല സംഗതികളും വരുമെന്ന് കണ്ടാലോ
അവിടെ മരണം ആഗ്രഹിക്കുന്നത് കുഴപ്പമില്ല. ദജ്ജാല് വരുന്ന കാലം മനുഷ്യന്റെ വിശ്വാസത്തിന് കടുത്ത വെല്ലുവിളികൾ നേരിടുന്ന ഘട്ടം. ആ ഘട്ടത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കാണാം. ദജ്ജാലിന്റെ കാലത്ത് ഇന്നർ റജുല യമുറു ബിൽ ഖബരി, ദജ്ജാലിന്റെ കാലത്ത് ഒരു മനുഷ്യൻ നേരത്തെ മരിച്ചുപോയ മുഅ്മിനീങ്ങളുടെ ഖബറിന്റെ അടുത്തുകൂടെ നടന്നുപോകും. ഫയഖൂലു, ആ സമയത്ത് വിശ്വാസിയായ മനുഷ്യൻ പറയും, യാ ലൈതനി മക്കാനക്, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അതായത് നീ ഇപ്പൊ മരിച്ചു കിടക്കുന്ന ഖബറിൽ നേരത്തെ തന്നെ എന്നെ അല്ലാഹു തആല മരിപ്പിച്ച് കിടത്തിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന ചിന്തയായിരിക്കും അവന്റെ മനസ്സിൽ വരിക. അപ്പൊ കാരണം എന്താ, അവിടെ ജീവിച്ചു പോയാൽ ദജ്ജാലിന്റെ ഫിത്നയിൽ പെടുമോ എന്ന് പേടിയാണ്. അങ്ങനത്തെ ഘട്ടത്തിൽ മരണം ആഗ്രഹിക്കുന്നത് തെറ്റല്ല എന്നുകൂടി മനസ്സിലാക്കാം. ഏതായാലും യൂസുഫ് നബി അലൈഹി ഇസ്ലാം തനിക്ക് അല്ലാഹു തആല നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്തെടുക്കുകയാണ്. അതാണ് റബ്ബി നാഥ ഖദ് ആതൈതനി മിനൽ മുൽക്കി, എനിക്ക് നീ അധികാരം നൽകി, വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ്, സ്വപ്ന വ്യാഖ്യാനം നീ എനിക്ക് പഠിപ്പിച്ചു തന്നു. അതായത് ഭൗതിക രംഗത്തെ അധികാരത്തിന്റെയും അതേപോലെ വൈജ്ഞാനിക മേഖലയിലും ഏറ്റവും ഉന്നതമായ സ്ഥാനം എനിക്ക് നീ നൽകി. ഫാത്തറസ്സമാവാതി വൽ അർള്, ആകാശഭൂമികളെ സൃഷ്ടിച്ച അല്ലാഹുവേ, അൻത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും നീയാണ് എന്റെ സംരക്ഷകൻ. അതുകൊണ്ട് എനിക്ക് നിന്നോട് ഇനി ആവശ്യപ്പെടാനുള്ളത് തവഫനി മുസ്ലിമൻ, എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കണം, വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സജ്ജനങ്ങളോടൊപ്പം എന്നെ ചേർക്കുകയും വേണം എന്ന് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാം ദുആ ചെയ്തു. അപ്പൊ നോക്കൂ, സജ്ജനങ്ങളോടൊത്തുകൂടുക, ഒപ്പം കൂടുക എന്നത്, അഥവാ സജ്ജനങ്ങളെ മനസ്സിൽ നമ്മൾ വലിയ ബഹുമാനത്തോടെയും ആദരവോടെയും കൊണ്ടു നടക്കുക എന്നത് അത് മുഅ്മിനീങ്ങളുടെ ശൈലിയാണ്, വിശ്വാസികളുടെ സ്വഭാവമാണ്. അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസികൾ ശരിയായി ആ സ്വഭാവം നിലനിർത്തുകയും സജ്ജനങ്ങളെ നന്നായി സ്നേഹിച്ചും അവരെ ആദരിച്ചും അവരെ ബഹുമാനിച്ചും അവരുടെ ഈമാനികമായ പുരോഗതി കൂടുതൽ കൂടുതൽ സജീവമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും. അതേസമയത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ശൈലിയിൽ നിന്ന് വിട്ടുപോകുന്നവർ പലപ്പോഴും അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെയും മഹാന്മാരെയും കൊച്ചാക്കാനും പരിഹസിക്കാനും എന്തുണ്ടു മാർഗം എന്ന് ചിന്തിക്കുന്നു നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഈ പ്രാർത്ഥനയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്ന നമ്മൾ നമ്മുടെ വിശ്വാസം ശരിയായി നിലനിർത്താൻ, അതോടൊപ്പം തന്നെ ആ വിശ്വാസം ശരിയായി നിലനിർത്തി നേരത്തെ കഴിഞ്ഞുപോയ മഹത്തുക്കൾ, ആ മഹത്തുക്കളോടൊപ്പമുള്ള കൂട്ടിന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. മരിക്കുന്ന നേരം മുസ്ലിമായി മരിക്കുക എന്നതാണ് എന്റെ ഏറ്റവും വലിയ അഭിലാഷമെന്ന ചിന്ത, അത് നമ്മൾ കൊണ്ടു നടക്കണം. അങ്ങനെ വരുമ്പോൾ അങ്ങനെ മുസ്ലിമായി മരിക്കാൻ ആവശ്യമായ ഉയർന്ന ധർമ്മബോധവും ഉത്തരവാദിത്ത ബോധവും നമുക്കുണ്ടാകും. അള്ളാഹു നമ്മെ അவ்விதം ക്രമീകരിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാം.